ഓൾഡ് മോഡൽ കാർസിനൊക്കെ കാറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കാറിൻ്റെ ഹുഡിൻ്റെ അടിയിലും ക്യാബിനിലും ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. എങ്കിലിപ്പോൾ ന്യൂ മോഡൽ കാർസിനെല്ലാം ഇലക്ട്രോണിക് സെൻസേഴ്സ് എക്യുപ്ഡ് ആയതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് വാർണിംഗ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എന്തിൻ്റെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എൻജിൻ വാർണിംഗ് ലൈറ്റ്. എൻജിൻ മാനേജ്മെൻറ്റിലോ ഇലക്ട്രിക് സെൻസേഴ്സിലോ എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴാണ് ഈ എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡ് വാർണിംഗ് ലൈറ്റ്. ബ്രേക്ക് ഫ്ലൂയിഡ് ലോ ആവുമ്പോഴോ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴോ ആണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എയർ ബാഗ് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല എന്നതിനെയാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് സൂചിപ്പിക്കുന്നത്. പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആവുകയും അതിൽ സംതിങ് ഇഷ്യൂസ് ഉണ്ട് എന്നതുമാണ് ഈ ഒരു ലൈറ്റ് സൂചിപ്പിക്കുന്നത്. ലോ കൂളന്റ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് റിസ്കിനെയാണ് ഈ ഒരു സിഗ്നൽ കാണിക്കുന്നത്. ഓയിൽ ടെമ്പറേച്ചർ കൂടുകയോ ഓയിലിന്റെ പ്രഷർ കുറയുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. ഈ ഒരു സമയത്ത് ഉടൻ തന്നെ നമ്മൾ വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ഇത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. നോർമൽ ടയർ പ്രഷറിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻ വരുമ്പോഴാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണുന്നത്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനോ ബാറ്ററിക്കോ എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. ഫിൽട്ടർ ക്ലോഗ്ഡ് ആവുകയും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുമാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാനുള്ള റിമൈൻഡർ ലൈറ്റ് ആണ് ഇത്. വണ്ടികളിൽ ഏതെങ്കിലും ഒരു ഡോർ പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് നമുക്ക് കാണാം. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റു വണ്ടികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹസാർഡ് വാർണിംഗ് ലൈറ്റ്. ഡ്രൈവിംഗ് സമയത്ത് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഹൈ ബീം ഹെഡ്ലൈറ്റ് ഓൺ ആണ് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുമ്പോഴാണ് ABS വാർണിംഗ് വരുന്നത്. ഫ്യൂവൽ ലെവൽ ലോ ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ്. ഈ ഒരു വാർണിംഗ് ഡീസൽ വെഹിക്കിൾസിൽ മാത്രമേ കാണിക്കാറുള്ളൂ. അങ്ങനെ ഈ ഒരു വാർണിംഗ് ലൈറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആവുന്നത് വരെ ഒരിക്കലും നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ക്രൂസ് കൺട്രോൾ ഓൺ ആണ് എന്നതിനെയാണ് ഈ ഒരു ലൈറ്റ് കാണിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ ഗ്ലാസ് ഡീഫ്രോസ്റ്റിംഗ് സിമ്പിളാണ് ഇത്. ചൈൽഡ് സേഫ്റ്റി ലോക്ക് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ കാണുന്ന ലൈറ്റാണ് ഇത്. മേജർ എഞ്ചിൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പ്രോബ്ലം വരുമ്പോഴാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. ട്രാക്ഷൻ സിസ്റ്റത്തിലുള്ള ഫോൾട്ടോ സ്ലിപ്പറി റോഡിനെ അലേർട്ട് ചെയ്യുന്നതിനോ യൂസ് ചെയ്യുന്ന ലൈറ്റാണ് ഇത്. ഓവർ ഡ്രൈവ് സിസ്റ്റം ഓഫായി എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു ലൈറ്റ്. സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റത്തിലുള്ള ഫോൾട്ടിനെയാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് ത്രോട്ടിൽ സിസ്റ്റത്തിലുള്ള മാൽഫങ്ഷനെയാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ടികളിൽ കോമൺലി കാണുന്ന കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ഒരു ശ്രദ്ധയുണ്ടാവണം. ഇതിൽ പറഞ്ഞ ഏതൊരു ഇൻഡിക്കേഷൻ വന്നാലും പെട്ടെന്ന് തന്നെ നല്ലൊരു പ്രൊഫഷണലെ സമീപിക്കാൻ മറക്കരുത്. അതോടൊപ്പം ഈ ലൈറ്റ്സിൻ്റെ കളർ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രീൻ ഓൾ ഗുഡ്, യെല്ലോ അറ്റൻഷൻ നീഡഡ് ആൻഡ് റെഡ് ഇസ് എ വെരി സീരിയസ് ഇഷ്യൂ. ഇഗ്നോറിംഗ് യെല്ലോ ക്യാൻ ടേൺ ഇറ്റ് റെഡ്. സോ ബെറ്റർ ബി സേഫ് ദാൻ സോറി.